I'm Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൊക്കഡാമയാണ്. കൊക്കഡാമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതൊരു ജാപ്പനീസ് കലാസൃഷ്ടിയാണ് കേട്ടോ. കൊക്കഡാമകൾ നല്ല ഭംഗിയാണ്. കാരണം അതിൽ നമ്മൾ എന്താണ് ഉപയോഗപ്പെടുത്തുന്നത്? പായലുകളാണ്, പായൽ പന്തുകൾ എന്നാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പായലല്ല, മോസാണ്. മോസുകളെ ഉപയോഗിച്ച് കൊക്കഡാമകൾ ഉണ്ടാക്കും. നമുക്ക് ഇവിടെ മോസ് ഉപയോഗിച്ച് കൊക്കഡാമ ഉണ്ടാക്കാം. ഇത് നോക്കിക്കേ, ഇതേപോലെ സോഫ്റ്റായിട്ടുള്ള മണ്ണെടുത്ത്, ഈ കുക്കരിക്കട്ടകളില്ലേ, മണ്ണിരകൾ ഉണ്ടാക്കുന്ന കുക്കരിക്കട്ടകൾ, അതാണെങ്കിൽ നല്ല ഇച്ചിരി ഒട്ടുന്ന ഇതുണ്ട്, ഇതേപോലെ ഇരിക്കും. ഇതൊക്കെ അതാണ്, കണ്ടേ, അത് നല്ലതാണ്. അതിൻ്റെ അകത്ത് ഒരു കുറച്ച് കമ്പോസ്റ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കൺസിസ്റ്റൻസി കിട്ടും. നമ്മുടെ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വലുതോ ചെറുതോ ഒക്കെ ആയിട്ട്. അപ്പം ഇത് കണ്ടോ, 2 ബോൾ പോലെ ഉണ്ടാക്കിയെടുത്തു. ഇനി ഇത് നേർപകുതിയാക്കി തുറക്കുക. അപ്പം ഞാനിവിടെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടില്ലേ, ഇതേപോലെ 2ആക്കി തുറക്കുക. എന്നിട്ട് അതിലേക്ക് ഏതാണോ ചെടി എങ്കിൽ അതിനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ അഗ്ലോണിമ, കളർഫുൾ അഗ്ലോണിമയാണ് ഞാനിത് ഇവിടെ കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇച്ചിരി തണ്ടങ്ങോട്ട് കുറയ്ക്കാം. ഇവിടെ വേരുണ്ടല്ലോ മുകളിൽ. ഉണ്ടല്ലേ, ഇതിനെ ഞാനിങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഇതിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കും. എങ്ങനെയുണ്ട്? ഇനി ഇതിനെ എന്ത് ചെയ്യും? ഈ മോസ് ഞാൻ ശേഖരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഓരോ പീസ് എടുത്ത് ഇങ്ങനെ അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? അടുത്തൊരു പീസ് വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ അടുത്ത ഒരു പീസ് കൊടുക്കുന്നു. ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഭാഗം അങ്ങോട്ട് കവർ ചെയ്തു അല്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ വേണമല്ലോ. അപ്പോൾ നമുക്കതിന് പറ്റിയൊരു ചെറിയ കഷ്ണം എടുക്കുക. ഇവിടെ ഒരു ചെറിയ കഷ്ണം കിട്ടി, അതിനെ ഞാനിവിടെ ഫിറ്റ് ചെയ്തു. മൂസ് കിട്ടാത്തവർക്ക് സ്പാഗ്നം മൂസ് ഉപയോഗിക്കാം. സ്പാഗ്നം മൂസ് ഓൺലൈനിൽ ആമസോണിലൊക്കെ കിട്ടും. ഇനി ഈ ഭാഗത്ത് അതേപോലെ തന്നെ കൊടുക്കുന്നു. ഇതാ കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലായിടത്തും മൂസ് നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു വിടവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇച്ചിരി കൂട്ടിച്ചേർത്ത് കൊടുത്താച്ചാൽ മാത്രം മതി. ഇനി ഇത് ഇതേപോലെ നിന്നോളണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചൂണ്ടയ്ക്കൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക്കില്ലേ,
അത് എടുത്ത് ഇതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതൊട്ട് കാണുകയില്ല, ബലവും കിട്ടും. ഇതുപോലെ എന്തെങ്കിലും കാടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുറിച്ചും കളയുക. അതിന് ശേഷം ഇത് ചെയ്ത ശേഷം നമുക്ക് നല്ലവണ്ണം ചുറ്റി കഴിയുമ്പോൾ അതെങ്ങോട്ടും പോകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കെട്ടി തൂക്കിയിടും, എവിടെയെങ്കിലും കെട്ടി തൂക്കിയിടും. എന്നിട്ട് നമ്മൾ നനയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ അത് താഴ്ത്തി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം 2 തരത്തിൽ ഈ പായൽപ്പന്തുകളെ അല്ലെങ്കിൽ മോസ് ബോൾസിനെ നമുക്ക് നനയ്ക്കാൻ സാധിക്കും. അപ്പോൾ കേടുവരാതെ സൂക്ഷിച്ചാൽ നല്ല ഭംഗിയാണ്. ഇതിൽ തൂങ്ങിക്കിടന്ന് നല്ലോണം വളരും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കൊക്കടാമ? ഇഷ്ടപ്പെട്ടില്ലേ? ഇനി രണ്ടാമത്തേത് ഒരു അസ്പരാഗസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ? നമ്മുടെ പായൽപ്പന്തിനെ ഞാൻ ഒരു പാത്രത്തിൽ വെച്ചു. ഇങ്ങനെ പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ കെട്ടിത്തൂക്കി. നമുക്കിത് കെട്ടിത്തൂക്കുകയും വേണം. ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അസ്പരാഗസ് വളരെ നല്ലതാണ് ഈ കൊക്കടാമയിലേക്ക്. നമുക്ക് ഈ വേരെല്ലാം കൂടെ വേണ്ട. അപ്പം നമ്മളിത് കട്ട് ചെയ്യും. ഇതുണ്ടല്ലോ, അച്ചാറിടാനൊക്കെ നല്ല കേട്ടോ. നല്ല മെഡിസിനില്ല. അതേപോലെ മൂത്രം നല്ലോണം പോകാനും ഒക്കെ ഇതിൻ്റെ നാടൻ വെറൈറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഇതല്ല, ഓർണമെൻ്റലായിട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ കൊക്കടാമയിൽ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നാണ് നമ്മുടെ നോട്ടം. ഇതൊന്നും വേണ്ട. പുതിയ വേരുകളൊക്കെ തനിയെ വന്നോളൂ. കണ്ടില്ലേ? ഇനി ഈ രണ്ടാമത്തെ ബോളും ആദ്യത്തേതുപോലെ മുറിക്കുക. രണ്ടാമത്തത് ഇതേപോലെ നല്ലവണ്ണം ചേർത്തങ്ങ് പിടിക്കുക. വീണ്ടും അതിനെ ബോൾ രൂപത്തിൽ ആക്കിയെടുക്കണം. ഇതിപ്പോൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇച്ചിരി വെള്ളം തൊട്ട് കൊടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പീസ് വെച്ച് ഇതിനെ സെറ്റ് ചെയ്യാം. ഈ വലിയൊരു പീസ് എടുത്ത് ഇതിൻ്റെ മേൽഭാഗത്ത് തന്നെ അങ്ങ് കൊടുത്തു. വലിയ പീസല്ലേ, അപ്പം നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമതൊരു പീസ് ഇവിടെ കൊടുത്തു. മൂന്നാമത് വീണ്ടും കൊടുത്തു. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കണം. ഇത് കണ്ടോ? ഫിഷ് ലൈൻ കണ്ടില്ലേ? ഇതുകൊണ്ട് ഇതിങ്ങനെ ചുറ്റി ചുറ്റി കെട്ടിക്കൊടുക്കും. പിന്നെ അത് ഇന്ന് സപ്പോർട്ടായിരിക്കും. എന്നിട്ട് ഈ ഫിഷ് ലൈൻ കൊണ്ട് തന്നെ നമുക്ക് തൂക്കിയിടുകയും ചെയ്യാം. ഇത് കണ്ടില്ലേ? ചുറ്റിയിരിക്കുന്ന കണ്ടില്ലേ? ഇതേപോലെ ഫിഷ് ലൈൻ കൊണ്ട് ഭംഗിയായിട്ട് ചുറ്റുക. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് ചുറ്റാൻ നിന്നാൽ വീഡിയോ കുറേ ലെങ്തി ആയി പോവും.
അത് ഞാൻ ചുറ്റി കെട്ടി തൂക്കിയിട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് തൽക്കാലത്തേക്ക് വെക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉറച്ച് കഴിയുമ്പോഴേക്കും ആ മാവിലേക്ക് തന്നെ കെട്ടി തൂക്കില്ല. അപ്പോൾ ഈ മോസ് ബോൾസിനെ ഉണ്ടാക്കുന്നത് ഒരു രസമാണ്. നമ്മുടെ ചുറ്റുമുള്ള മണ്ണ്, അതായത് ക്ലേയ് സോയിലാണ് ഏറ്റവും നല്ലത്. ക്ലേ ആകുമ്പോൾ കുഴഞ്ഞിരിക്കില്ലേ, അങ്ങനത്തെ സോയിലോട് ചേർന്നിട്ട് നമ്മുടെ വീട്ടിൽ നല്ല പച്ചപ്പാർന്ന ഈ പായലും കൂടെ അല്ലെങ്കിൽ മൂസും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മളുണ്ടാക്കിയ 2 മോസ് ബോൾസിനെ നോക്കിക്കേ. ഇത് കണ്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ ഇതിനെക്കുറിച്ചൊരു കമൻ്റ് ഇടണേ. പിന്നെ അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.